Hi everyone, this is the module 4 of travel agency and tour operation. In this module 4, we discussed about the tour operation. What is a tour operation and what are the functions of a tour operation and type of tour operations and what are the type of tour operators. What is the difference between tour operation and the tour operators. These are the topics discussed in the module 4. എന്താണ് ടൂർ ഓപ്പറേറ്റർ? ടൂർ ഓപ്പറേറ്റർ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ടൂർ ഓപ്പറേറ്റർ ഇസ് ദ വൺ ഹൂ ഹാസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് പുട്ടിംഗ് ദ ടൂർ ഇൻഗ്രീഡിയൻസ് ടുഗെദർ, മാർക്കറ്റിംഗ് റിസർവേഷൻസ് ആൻഡ് ഹാൻഡിൽ ആക്ച്വൽ ഓപ്പറേഷൻ. പല പല ടൂറിസം സപ്ലൈയേഴ്സ്, അതായത് സപ്ലൈസ് മീൻസ് ഇപ്പം ഹോട്ടൽ സെക്ടർ ഉണ്ടാവാം, എയർലൈൻ സെക്ടർ ഉണ്ടാവാം, അങ്ങനെയുള്ള എല്ലാ സെക്ടറിൽ നിന്നും ബൾക്കായിട്ട് കളക്ട് ചെയ്യുന്നു, അതൊരു ഓർഗനൈസ്ഡ് രീതിയിലേക്ക് മാറ്റുന്നു, അത് സെല്ല് ചെയ്യുന്നു. ഇതാണ് ടൂർ ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടും അല്ലെങ്കിൽ കമ്പോണന്റ് ഒരു ഗ്രൂപ്പായിട്ടും കമ്പോണൻസ് എല്ലാം ബൈ ചെയ്ത് ഒരു പാക്കേജ് ടൂർ ഉണ്ടാക്കി അത് പബ്ലിക്കിന് സോൾഡ് ഔട്ട് ചെയ്യുന്നു. ഇതാണ് ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആള് ചെയ്യുന്നത്. ആക്ച്വലി അപ്പോൾ ചോദിക്കാം, എന്താണ് ടൂർ ഓപ്പറേറ്ററും ട്രാവൽ ഏജന്റ് എന്ന്? ട്രാവൽ ഏജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഹു സെൽ ടു ദ പബ്ലിക്. ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പാക്കേജസ് പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന ആളാണ് ട്രാവൽ ഏജന്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ടൂർ ഓപ്പറേഷൻ? ടൂർ ഓപ്പറേറ്റർ ഇസ് എ കീ റോൾ ഓഫ് ടൂറിസം ഇൻഡസ്ട്രി. Already we said that tour operators create tourist product, promote and finally sold to the tourist. And best, they provided the packages for the best competitive price. ഒരുപാട് ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ തന്നെയാണ് ബെസ്റ്റ് പ്രൈസിൽ ടൂറിസ്റ്റിന് ഇത് കിട്ടുന്നത്. നമുക്കറിയാം, ഓൾറെഡി പറഞ്ഞു, നെഗോഷിയേറ്റ് വിത്ത് സപ്ലൈയേഴ്സ്. അതായത് ഇവർ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ, ഓരോ പ്രൊഡക്റ്റും മേടിക്കുമ്പം ഹോട്ടൽസുമായിട്ടും എയർലൈൻസുമായിട്ടും ഒക്കെ ഒരു നെഗോസിയേഷൻ രീതിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു കുറച്ചും കൂടെ റേറ്റ് കുറച്ച് നമുക്ക് ഈ സപ്ലൈസിൻ്റെ അടുത്തുനിന്ന് പ്രൊഡക്റ്റുകൾ മേടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ടൂർ ഒരു ബെസ്റ്റ് വേയിൽ ചെയ്യുന്നത് ഇവർ തന്നെയായിരിക്കും. ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് ടൂറിസ്റ്റിന്റെ ടൈം ആൻഡ് മണി സേവ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. കാരണം ഈ സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ മേടിക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മേടിക്കുന്നതിനേക്കാളും കുറവായിരിക്കാം. അതുപോലെ തന്നെ ടൈം, നമ്മളായിട്ട് പോയി അന്വേഷിക്കുന്ന ആ ഒരു ടൈമും കാര്യങ്ങളും ഒക്കെ പാക്കേജിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഒരു പാക്കേജ് പോയി വരാൻ പറ്റും, പാക്കേജ് ട്രിപ്പുകൾ പോയിട്ട് വരാൻ പറ്റും. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ദ ഹോസ്റ്റ് കൺട്രി, അതായത് ആസ് വെൽ ആസ് ഫോറിൻ ലാൻഡ്. ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്ന, ഇപ്പം വേറൊരു രാജ്യത്താണ് നമ്മുടെ പാക്കേജ്. നമ്മളിപ്പം ഇറ്റലിക്ക് പോകുന്നു ടൂറായിട്ട്, ഈഫൽ ടവർ കാണാൻ പോകുന്നു. അപ്പം നമ്മൾ പുറത്തൊരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തുള്ള ആളാണ് അവിടുത്തെ പാക്കേജ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ മൈൻഡ് സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുന്നത് അവർക്കാണ്. ടൂറിസ്റ്റ് ട്രാവൽ ഫോറിൻ ലാൻഡ് തിങ്സ് ടു അൺസേർട്ടൺ തിങ്സ്. അതായത് ഇപ്പം നമ്മൾ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ലോസ് ആയി പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ ചെയ്യുമ്പോൾ അൺസേർട്ടനിറ്റി അവിടെ അനുഭവപ്പെടുമ്പോൾ അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സിനായിരിക്കും. പക്ഷെ നമുക്ക് ടൂറിസ്റ്റിന്റെ നീഡ് അനുസരിച്ചിട്ട് നമുക്കൊരു പാക്കേജ് സെറ്റ് ചെയ്ത് തരാൻ ആർക്ക് പറ്റും? ടൂർ ഓപ്പറേറ്ററിന് പറ്റും. നമ്മുടെ ടേസ്റ്റ്, ക്ലയന്റിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമ്മുടെ പാക്കേജ് സെറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ടൂർ ഓപ്പറേറ്റേഴ്സിന് പറ്റും. ഫങ്ഷൻസ് ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ്: പ്ലാനിങ്. ഒരു ടൂർ എങ്ങനെ വേണം, എന്തൊക്കെ ആയിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്ന ടൂർ ഓപ്പറേറ്റേഴ്സ്. അത് മേക്ക് ചെയ്യുന്നു, അത് അറേഞ്ച് ചെയ്യുന്നു, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ട്രാവലിന് ഉണ്ടാവേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ആ ഡീറ്റെയിൽസ് അനുസരിച്ചൊരു പാക്കേജ് സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ ആ റിസർവേഷൻസ് നടത്തുന്നു സപ്ലൈസിൻ്റെ അടുത്ത്, അതായത് എയർലൈൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹോട്ടൽസിൻ്റെ അടുത്തുനിന്ന്. ദേ മേക്ക് ദ റിസർവേഷൻ ആൻഡ് ദേ മേക്ക് ദ ഓൾ ട്രാവൽ മാനേജ്മെന്റ് ഫോർ ദ പെർട്ടിക്കുലർ ട്രാവൽ.
ആൻഡ് ദേ ഇവാലുവേറ്റ് ദ ഓപ്പറേഷൻ അവൈലബിൾ. ബിക്കോസ് അവരാണ് ഈ പാക്കേജ് എങ്ങനെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. ദെൻ പ്രമോഷൻ, ഓരോ പാക്കേജിന്റെയും പ്രമോഷൻ നടത്തുന്നത് അവരാണ്, ഓരോ സ്ഥലത്തിന്റെയും. ഇപ്പം ബാലി ദ്വീപ് എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്കുള്ള ഒരു പാക്കേജാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പാക്കേജ് മറ്റുള്ളവരിലേക്ക് പബ്ലിക്കിന്റെ അടുത്ത് എത്തിക്കാനും അത് പ്രൊമോട്ട് ചെയ്യാനുമുള്ള റെസ്പോൺസ് ഫംഗ്ഷൻ ആർക്കുണ്ട്? ടൂർ ഓപ്പറേറ്ററിനുണ്ട്. ആൻഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, വിതൗട്ട് എ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എ ടൂർ ഓപ്പറേറ്റർ കനോട്ട് ബി എക്സിസ്റ്റ്. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടൂർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ടൈപ്പ് ഓഫ് ടൂർ ഓപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻബൗണ്ട്, ഔട്ട്ബൗണ്ട്, ഡൊമസ്റ്റിക് ആൻഡ് ഗ്രൗണ്ട് ഓപ്പറേഷൻസ് ആണ്. ഇത് ഇൻബൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ ഫ്രം ഫോറിൻ കൺട്രി ടു ഹോം കൺട്രി, ആൻഡ് ഔട്ട്ബൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹോം കൺട്രിയിൽ നിന്ന് ഫോറിൻ കൺട്രിയിലേക്ക്. ദെൻ ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ വിത്തിൻ ദ ബൗണ്ടറി ഓഫ് എ ഹോം കൺട്രി. ആൻഡ് ഗ്രൗണ്ട് ടൂർ ഓപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ്ലിംഗ് ഏജൻസീസിനെ ഉദ്ദേശിക്കുന്നത്. അതായത് വലിയ വലിയ ട്രാവൽ ഏജൻസീസിന് ഓരോരോ സിറ്റീസിലും ഒരു ഹാൻഡ്ലിംഗ് ഏജൻസി ഉണ്ടാവും. ഒരുപാട് വലിയ ട്രാവൽ ഏജൻസി സെറ്റപ്പ് ഒന്നും ആയിരിക്കത്തില്ല, ഒരു ചെറിയ ട്രാവൽ ഏജൻസി സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ ഒരു കമ്പനിയുടെ ബ്രാഞ്ച്, അതിനെയാണ് ഹാൻഡ്ലിംഗ് ഏജൻസി അല്ലെങ്കിൽ ഗ്രൗണ്ട് ടൂർ ഓപ്പറേറ്റർ എന്നറിയപ്പെടുന്നത്. And tour package. What is a tour package? Tour package is a pre-arranged, pre-paid trip ആണ്. It's a combination of more travel component like airfare, air transfer, accommodation, services, and each and every places, attractions, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ടൂർ പാക്കേജിംഗ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതിൽ. പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. നമ്മുടെ ഈവൻ ഇഫ് എയർ ട്രാൻസ്പോർട്ട് മാത്രമല്ല, നമ്മുടെ ചെറിയ 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 ട്രാൻസ്പോർട്ടേഷൻസ് വരെ ഈ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ടൈപ്പ് ഓഫ് ടൂർ പാക്കേജ്, ഏതൊക്കെ ടൈപ്പ് ടൂറിസം ഉണ്ടോ അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ടോ, ഇൻബൗണ്ട്, ഔട്ട്ബൗണ്ട്, ഡൊമസ്റ്റിക്, സ്പെഷ്യൽ ഇൻട്രസ്റ്റ്, ഇതെല്ലാം ടൈപ്പ് ഓഫ് ടൂർ പാക്കേജ് ആണ്. ഔട്ട്ബൗണ്ട് പാക്കേജ് എന്ന് വെച്ചാൽ ഏത് രാജ്യത്തേക്കുള്ള പാക്കേജ് ആയിരിക്കാം. ഇൻബൗണ്ട് എന്ന് വെച്ചാൽ ഇൻബൗണ്ടിൽ തന്നെ നമ്മുടെ രാജ്യത്തിലുള്ള ഏത് സൈറ്റും നമുക്ക് ഇൻബൗണ്ട് പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഡൊമസ്റ്റിക് പാക്കേജസ് എന്ന് പറയുന്നത് നമ്മുടെ വിത്തിൻ ദ കൺട്രിയിൽ ചെയ്യുന്ന പാക്കേജസ് ആണ്. സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്വഞ്ചർ ടൂറിസം, പിൽഗ്രിം ടൂറിസം, ഇപ്പോൾ ഹോളി ലാൻഡ് വിസിറ്റ്, അതൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് പാക്കേജ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് പാക്കേജ് വരുന്നത്. അത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പാക്കേജിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് പാക്കേജിനെ പിന്നെയും പറയാം ഇൻഡിപെൻഡന്റ് ടൂർസ് എന്ന് വെച്ചാൽ, അതായത് ഫോറിൻ ഇൻഡിപെൻഡന്റ് ട്രാവൽ ആയിരിക്കും, ഡൊമസ്റ്റിക് ഇൻഡിപെൻഡന്റ്. ഒരു ഇൻഡിപെൻഡന്റ് ട്രാവലർ വരുന്നു, അയാൾ ഒരു ടൂർ ഓപ്പറേറ്ററിന്റെ അടുത്ത് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അയാൾക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് നമ്മൾ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം എസ്കോർട്ടഡ് ടൂർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എസ്കോർട്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു പാക്കേജ് ചെയ്യുന്നു. ആൻഡ് ഹോസ്റ്റഡ് ടൂറും ഈ എസ്കോർട്ടഡ് പാക്കേജ് പോലെ തന്നെയാണ് ഫ്രീഡം ടൂർസ് ഈ പറയുന്ന എന്താ പറയാ ടൈപ്പ് ഓഫ് ടൂറിൽ വരുന്നതാണ്. അതായത് നമ്മുടെ ഇൻട്രസ്റ്റും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും അനുസരിച്ച് പാക്കേജ് ചെയ്തു കൊടുക്കുന്നതിനാണ് ഫ്രീഡം ടൂർ എന്ന് പറയുന്നത്. ഹോസ്റ്റ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ആ ഗസ്റ്റിനെ ഹോസ്റ്റ് ചെയ്യുന്നു. ഇൻസെൻറ്റീവ് ട്രാവൽ ആൻഡ് ടൂർ എന്ന് പറയുന്നത്, ഇൻസെൻറ്റീവ് ട്രാവൽ അതായത് ഒരു കമ്പനി ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു, ആ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിനെയാണ് ട്രാവലിനെയാണ് ഇൻസെൻറ്റീവ് ടൂർസ് എന്ന് പറയുന്നത്. ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ടൂർ പാക്കേജ്, എന്താണ് പർപ്പസ്, ചോയ്സ് ഓഫ് ഡെസ്റ്റിനേഷൻ, ഒരു ക്ലയന്റിന്റെ ചോയ്സ് എന്താണ്, ടൂറിസ്റ്റിന്റെ ബഡ്ജറ്റ് എന്തൊക്കെയാണ്, നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റെഗുലർ റിക്വയർമെന്റ്സ് ആവശ്യമുണ്ടോ, ആൻഡ് ഏത് ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ ആണ്, അതായത് 4 സ്റ്റാർ കാറ്റഗറി ആണോ, 5 സ്റ്റാർ കാറ്റഗറി ആണോ, 3 സ്റ്റാർ കാറ്റഗറി ആണോ, അല്ലെങ്കിൽ റിസോർട്ട് ടൈപ്പ് ആണോ, ഏതാണ് നമ്മുടെ അക്കോമഡേഷൻ ടൈപ്പ്. ആൻഡ് ടൂർ പീരീഡ്, വിച്ച് ഓഫ് ദ ടൈം വി സെലക്റ്റഡ് ഫോർ എ പെർട്ടിക്കുലർ ട്രാവൽ. ആൻഡ് ഡിപ്പാർച്ചർ, എവിടുന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഓരോന്നിൻ്റെയും പ്രൈസ് എങ്ങനെയാണ് വരുന്നത്, പിന്നെ ടൂർ റെഫറൻസ്, എന്തൊക്കെ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ടൂറ് ഫോക്കസ് ചെയ്യുന്നത്, ടൂർ ഫീച്ചേഴ്സ്, അതായത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഇപ്പോൾ ലൈക്ക് എക്സാമ്പിൾ, നിങ്ങൾ ട്രിപ്പ് പോയ സമയത്ത് ഡൽഹിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ടൂറ്
പ്ലേസ് മാറ്റേണ്ടി വന്നു. സോ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അതാണ് നമുക്ക് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹോസ്റ്റ് ആൻഡ് ടൂറിസ്റ്റ് ജനറേറ്റിംഗ് റീജിയൻ. എല്ലാ ടൂറിസ്റ്റിൻ്റെയും ഒരു നെഗറ്റീവായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഏത് ഹോസ്റ്റ് കമ്മ്യൂണിറ്റി ആണോ ആ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി, അതായത് നമ്മൾ എവിടെ ചെല്ലുന്നോ അവിടുത്തെ ആൾക്കാർ, ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയും ടൂറിസ്റ്റിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ ഈ പറയുന്ന ടൂർ ഓപ്പറേറ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ നോ ദ പ്ലേസസ് വെൽ, സോ ദേ ക്യാൻ ഹാൻഡിൽ ദ സിറ്റുവേഷൻസ് ഈസിലി. ആൻഡ് പാക്കേജ് ഡിസൈൻ ചെയ്യുമ്പോഴും സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് 2 ടൈപ്പ് റിസർച്ച് നമ്മൾ നടത്താറുണ്ട്, ഡെസ്റ്റിനേഷൻ റിസർച്ചും മാർക്കറ്റ് റിസർച്ചും. ഡെസ്റ്റിനേഷൻ റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് പ്ലേസ്, അവിടുത്തെ എക്കണോമിക് സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ എന്തൊക്കെയാണ്, അവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്, ജിയോഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ. ആൻഡ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ആ ഏരിയയിലുള്ള ടൂറിസം മാർക്കറ്റ്, ആ ടൂറിസത്തിന്റെ മാർക്കറ്റ് എന്താണ്, അവിടെ ക്ലയൻസിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവിടുത്തെ ആൾക്കാർക്ക് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമുണ്ടോ, അവിടുത്തെ പ്രൈസ് ക്ലയൻറ്റിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാ ക്ലയൻറ്റിന് അവിടുത്തെ എല്ലാ റിക്വയർമെൻറ്റ്സും അവൈലബിൾ ആക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് മാർക്കറ്റിംഗ് റിസർച്ചിൽ വരുന്നത്. ഈ മാർക്കറ്റ് റിസർച്ച് നടത്തിയാൽ മാത്രമേ നമുക്ക് ഒരു ക്ലയൻറ്റിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം അറിയണം. ഒരു ഓപ്പറേറ്ററിന് ഒരു ക്ലയൻറ്റിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്ന് അറിയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ദെൻ ഐറ്റിനറി പ്രിപ്പറേഷൻ. നമ്മൾ ഓൾറെഡി ഐറ്റിനറീസിനെ കുറിച്ച് നെക്സ്റ്റ് ഇതിൽ പറയും. ഐറ്റിനറി എങ്ങനെ ചെയ്യണോ അതിൻ്റെ കാര്യങ്ങൾ. ആൻഡ് ഹാൻഡ്ലിംഗ് ഏജൻസി ഓർ ഡെസ്റ്റിനേഷൻ കമ്പനി, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ടൈപ്പ് ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സിൽ ഹാൻഡ്ലിംഗ് ഏജൻസി അവിടെ ഉണ്ടോ, വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടുത്തെ ഏജൻസി ഉണ്ടോ. ഓക്കെ, അത് എങ്ങനെയാണ്. നെഗോസിയേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നെഗോസിയേഷനിൽ വരുന്നത്. അതായത് എയർലൈൻസ്, അക്കോമഡേഷൻ, ഗ്രൗണ്ട് ഓപ്പറേറ്റർ, ക്രൂയിസ് ലൈൻസ്, കാർ ലൈൻ കമ്പനീസ്, ഇവരൊക്കെ ആയിട്ട് നമ്മളൊരു പാക്കേജ് ചെയ്യുന്നതിന് മുമ്പ് നെഗോസിയേഷനിൽ എത്തണം, പ്രൈസ് നെഗോസിയേഷൻ നടത്തണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു പാക്കേജ് സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ നെഗോസിയേഷൻ കാര്യങ്ങൾ നോക്കണം. ഈ നെഗോസിയേഷൻ അനുസരിച്ച് മാത്രമേ നമ്മുടെ പ്രൈസിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഏറ്റവും നല്ലൊരു കോസ്റ്റിംഗും പ്രൈസിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നെഗോസിയേഷനും കാര്യങ്ങളും അവിടുത്തെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ. ടൂർ ബ്രൗഷേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാക്കേജ് ചെയ്തു, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ബ്രൗഷേഴ്സ് വഴിയാണ്. ബ്രൗഷേഴ്സ് ചെയ്യുമ്പോൾ അതിൽ നെയിം ഓഫ് ട്രാവൽ കമ്പനി, മീൻസ് ഓഫ് ട്രാവൽ, ട്രാൻസ്പോർട്ട്, ഡെസ്റ്റിനേഷൻസ്, ഐറ്റിനറി, അക്കോമഡേഷൻ, അതിൻ്റെ ടൈപ്പ്, ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ടൂർ, ബുക്കിംഗ് എങ്ങനെയാണ്, റിസർവേഷൻ എങ്ങനെയാണ്, പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഇൻഷുറൻസ് അവൈലബിൾ ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവണം, ഈ ടൂർ ബ്രോഷേഴ്സിൽ ഉണ്ടാകണം. ആൻഡ് റിസർവേഷൻ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പാക്കേജ് സെറ്റ് ചെയ്തു, ആ പാക്കേജ് നമ്മൾ എങ്ങനെയാണ് റിസർവേഷൻ ചെയ്യുന്നത്, ഈ സിസ്റ്റം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, മാനുവലി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഡിസൈൻ ചെയ്യേണ്ടതാണ്. മാർക്കറ്റിംഗ് ദ ടൂർ പാക്കേജ്. നമുക്കറിയാം, നമ്മളൊരു പാക്കേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗഷേഴ്സ് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ക്ലയൻസിനെ കിട്ടത്തുള്ളൂ. അപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാവൽ ഏജൻറ്റിൻ്റെയും എന്താ പറയുക, ഈ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പാക്കേജ് എടുത്ത് ഈ ക്ലയൻറ്റിൻ്റെ കയ്യിലേക്ക് എത്തിക്കുമ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ടൂർ ഹാൻഡ്ലിംഗ്, ആക്ച്വൽ ടൂർ ഓപ്പറേഷൻ. നമ്മൾ ഒരു ആക്ച്വൽ ടൂർ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തി. ഒരു ടൂർ നമ്മൾ പാക്കേജ് സെറ്റ് ചെയ്തു, അത് ക്ലയൻറ്റിൻ്റെ അടുത്ത് എത്തിച്ചു, എല്ലാ കാര്യങ്ങളും ആ ടൂറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ടൂർ ഓപ്പറേഷൻ ആണ്. അപ്പോൾ ആക്ച്വൽ ടൂർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതാണ് ഒരു ഹെവി ഡ്യൂട്ടി. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്, ബിക്കോസ് ആ സ്റ്റേജിലാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ കോർഡിനേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ പ്രശ്നം വരുന്നത് ഈ ആക്ച്വൽ ടൂർ ഹാൻഡ്ലിങ്ങിലാണ്. അപ്പം ഇതാണ് ടൂറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടൂർ പാക്കേജിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ്സ് ടൈം. ബിക്കോസ് നമുക്ക് നമ്മളായിട്ടൊരു പാക്കേജ് കണ്ടുപിടിച്ച് ചെയ്യുന്ന സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
പിന്നെ ട്രാവൽ പോകുന്ന സമയത്ത് പീസ് ഓഫ് മൈൻഡിൽ നമുക്ക് പോകാൻ പറ്റും. കാരണം പാക്കേജ് ഓൾറെഡി സെറ്റഡ് ആണ്, അവരെല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയി തിരിച്ചു വന്നാൽ മാത്രം മതി. ഒരു പീസ് മൈൻഡിൽ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. ആൻഡ് ക്വാളിറ്റി സർവീസസ്, എല്ലാ ഓപ്പറേറ്റേഴ്സിനെ സംബന്ധിച്ചും അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദേ മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി. അപ്പോൾ ക്വാളിറ്റി സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Thank you everyone.